പ്രയർ തുടങ്ങായിരുന്നു. Good morning, ma'am. Good morning, ma'am. മദേഴ്സ് ഡേയുടെ ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നു മാം. ഗുഡ് മോർണിംഗ് മിസ്. സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ, ഞാൻ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. യെസ്. Okay, today I am signing. Good morning, everyone. Welcome to our virtual Mother's Day celebration. Today we are here to honor all the wonderful moms. We have some special performance lined up, like songs and heartfelt speech. So get ready to enjoy. Thank you for joining us. We also welcome our teacher to the program. Okay, let's start prayer, please. Hello, Miss. I'm Alisha. Prayer. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചുടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ, കുഞ്ഞു വീടിനുൾ കളങ്ങൾ സ്വർഗമാകണേ, അമ്മ നൽകും പോലും അമൃതമാകണേ, പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ, ഹൃദയരാഗതന്ത്രി മീട്ടി. Okay, next we have a song from Silja. Please, Silja. ഓക്കെ, ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിവിടെ പാടാൻ പോകുന്നത് താരാട്ട് പാടിയതമ്മ എന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. ഇതെല്ലാം അമ്മമാർക്കായിട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്ത് പാടാമോ സുജ? വീഡിയോ ഓൺ ചെയ്യണം. കാണാൻ വേണ്ടിട്ടായിരുന്നു പ്ലീസ്. ഓക്കെ. ഓക്കെ, പാടാലോ? യെസ്. താരാട്ടു പാടിയതമ്മ, താലോലം മാട്ടിയതമ്മ, ഞാൻ ഉറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാൻ ഉറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ, പൊന്നിൻ കുടമല്ലി പൊന്നിന്റെ നിറമല്ലേലും പൊന്നെന്നു വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നുമ്മകൾ നൽകിയതമ്മ, താരാട്ടു പാടിയതമ്മ, താലോലം മാട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ, പാൽച്ചിരയാൽ ഞാൻ ഉണരുമ്പോൾ പാൽ മധുരം ചുരത്തിയമ്മ, മാമോണിന് നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു, മാമോണിനു നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു, കായ്ത്തളയും കരിവിളയും പൊന്നരയിലൊരേലസും കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ, കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ, അക്ഷരങ്ങൾ പാടിപ്പാഞ്ഞു അത് ഞാനും കൊഞ്ചി പറഞ്ഞു, അക്ഷരത്തെറ്റുകളെല്ലാം പുഞ്ചിരിയാൽ മാടിയൊതുക്കി,
അക്ഷരത്തെറ്റുകളെല്ലാം പുഞ്ചിരിയാൽ മാടിയൊതുക്കി. കാലം അങ്ങനെ കഥകൾ പറഞ്ഞു, നേരം അങ്ങനെ പല വഴിയോടി. ജരാനരകളാൽ അമ്മ വലഞ്ഞു, വേദനയാൽ അമ്മ കരഞ്ഞു. ജരാനരകളാൽ അമ്മ വലഞ്ഞു, വേദനയാൽ അമ്മ കരഞ്ഞു. കാണാതെ മക്കൾ നടന്നു, അമ്മയെ കാണാതെ മക്കളകന്നു. കാണാതെ പോകണ മകനെ ആ താരാട്ടു മറക്കല്ലേ. കാണാതെ പോകണ മകളെ ആ പൊന്നുമ്മ മറക്കല്ലേ. ആ താരാട്ടു മറക്കല്ലേ, ആ പൊന്നുമ്മ മറക്കല്ലേ. ആ പാൽ മധുരം മറക്കല്ലേ, ആ സ്നേഹം മറക്കല്ലേ. ആ പാൽ മധുരം മറക്കല്ലേ, ആ സ്നേഹം മറക്കല്ലേ. മിഞ്ഞപ്പാലിന്റെ മാധുര്യം മറക്കല്ലേ, മിഞ്ഞപ്പാലിന്റെ മാധുര്യം മറക്കല്ലേ. മിഞ്ഞപ്പാലിന്റെ മാധുര്യം മറക്കല്ലേ. താങ്ക് യു. Okay, thank you, Silja, for your heart-touching song about mother. Next, we have a speech from Jumaila. Please. മലയാള ഭാഷയിലെ ഏറ്റവും സുന്ദരമായ പദം ഏതെന്ന് ചോദിച്ചാൽ അമ്മ എന്ന വാക്കായിരിക്കും അതിന് ഉചിതമായ മറുപടി. അതെ, ഇനിയുള്ള കുറച്ചു സമയം അമ്മയെക്കുറിച്ചാകാം ഇവിടെ സംസാരിക്കുന്നത്. അമ്മ ഒരു പാഠമല്ല, അനേകമായിരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. മനസ്സിൽ നന്മയുള്ള മക്കൾക്ക് മാത്രം വായിക്കാൻ കഴിയുന്ന വിശുദ്ധ ഗ്രന്ഥം. മനസ്സിൽ നന്മയുള്ള മക്കൾക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിലെ സൂര്യപ്രകാശത്തിലെ ഒരു തണൽ പോലെയാണ് അത്. ഹൃദയത്തിന്റെ എല്ലാ വേദനകൾക്കും ഒരു മരുന്ന് പോലെയാണ്. അതിന്റെ സാന്നിധ്യത്താൽ മക്കൾ പ്രകാശിപ്പിക്കപ്പെടുന്നു. അമ്മയ്ക്കു പകരമായി അമ്മയല്ലാതെ മറ്റൊന്നുമില്ല. അമ്മയെ പോലെ, മാതാവിനെ പോലെ ഈ ലോകത്ത് ഒരു കുഞ്ഞിനെ നോക്കാൻ മറ്റാർക്കും കഴിയില്ല. ഞാൻ പറയുന്നതിന്റെ പൊരുൾ എന്തെന്നാൽ നമ്മുടെ അമ്മ നമ്മുടെ ജീവനായി സ്നേഹിക്കുന്നു. അതായത് എന്നിലെ ഞാനാണ് അമ്മ, അമ്മയാണ് എല്ലാം. നന്ദി, നമസ്കാരം. Okay, thank you, Jumaila. And next, Varsha, with a song. Good morning, ma'am. Good morning, friends. നെഞ്ചിലെ പാലാഴി എന്നിലേക്ക് തെറ്റു പുഞ്ചിരി തൂകുന്നതമ്മ. മുന്നോട്ടു ഞാൻ എൻ്റെ കാലടികൾ വെക്കുമ്പോൾ പിന്നിലൊരു പ്രാർത്ഥനയമ്മ. കൈവന്നതൊക്കെ കളഞ്ഞു പോയി നിൽക്കുമെൻ കണ്ണീർ തുടപ്പതും അമ്മ. കണ്ണുനീർ തുള്ളി പോലമ്മ, അതിലെ പുഞ്ചിരിപ്പൂക്കളാണമ്മ. ഉള്ളിലെ കരുതലാണമ്മ, മണ്ണിലെ നീരിന്റെ സ്നേഹമാണമ്മ. കൈവിട്ടു പോകല്ലേ കണ്ണീർ, കാലവിൻ കൈകളിൽ കാണിക്കയായി തന്ന പുണ്യമാണെന്നമ്മ. എൻ പുണ്യമാണെന്നമ്മ, എൻ പുണ്യമാണെന്നമ്മ. താങ്ക് യു മിസ്. Thank you, Varsha. And next, Khadija, song. Khadija song. Good morning, ma'am. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. സ്നേഹക്കാവാണ്
ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർഗം കേട്ടോളി. പുതിമതിയാ മുത്ത് മുഹമ്മദും തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർഗം കേട്ടോളി. താങ്ക് യു. Okay, next, ദിവ്യ ഒരു സോങ്ങുമായിട്ട്. ഗുഡ് മോർണിംഗ് മാം. Yeah, morning, Divya. തമിഴ് സോങ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயின்றி வேறொன்று ஏது. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. அபிராமி சிவகாமி கருமாரி மகமாய் திருக்கோவில் தெய்வங்கள் நீதானம்மா. அன்னைக்கு அன்றாடும் அபிஷேக அலங்காரம் புரிகின்ற சிறு தொண்டன் நான் தானம்மா. பொருளோடு புகழ் வேண்டும் மகனல்ல தாயே, உன் அருள் வேண்டும் எனக்கென்றும் அது போதுமே. அடுத்திங்கு பிறப்பொன்று அமைதாலும் நானுந்தன் மகனாக பிறக்கின்ற வரம் வேண்டுமே. அது நீ தருவாயே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. பசுதங்கம் புதுவெள்ளி மாக்கியம் மணி வைரம் அவையாகும் ஒரு தாய்க்கு மீடாகுமா? விலை மீது விலை வைத்து கேட்டாலும் கொடுத்தாலும் கடை தன்னில் தாய் என்று கிடைக்காதம்மா. ஈரைந்து மாதங்கள் கருவோடு என்னை தாங்கி நீ பட்ட பெரும் பாடு அறிவேனம்மா. ஈரேழு ஜென்மங்கள் எடுத்தாலும் உழைத்தாலும் உனக்கிங்கு நான் பட்ட கடன் தீருமா? உன்னாலே பிறந்தேனே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. Thank you all. Okay, Divya, you sang very well. Thank you. Next, Surafhi will be here with a super story. Please. Good morning, ma'am. Yeah, morning. I am Surafhi. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നൊരു കഥയാണ് വനിതാ ദിനത്തിനോടനുബന്ധിച്ച്. കഥയുടെ പേര് സരസ്വതിയുടെ സൈക്കിൾ. 90കളിൽ ഒരു ഗ്രാമത്തിൽ സരസ്വതി എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് 10ാം ക്ലാസ് വരെ പഠിക്കണം എന്നത് വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ സ്കൂൾ അവളുടെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയായിരുന്നു. ബസ് കാശില്ല, നടന്നു പോയാൽ വൈകും. അവളുടെ അച്ഛൻ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് അത്ര ദൂരം പഠിക്കാൻ പോകണ്ട, കല്യാണം കഴിഞ്ഞാൽ മതി. സരസ്വതി വിട്ടില്ല.
അവൾ ഗ്രാമത്തിലെ പഴയ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ചേട്ടന്റെ അടുത്ത് പോയി. വീട്ടിൽ വെച്ച് കോഴിമുട്ട വിൽക്കുന്നതിന്റെ കാശ് കൂട്ടിവെച്ച് പഴയ ഒരു സൈക്കിൾ വാങ്ങി. ആദ്യ ദിവസം വീണു, കാൽ മുറിഞ്ഞു. അയൽക്കാർ കളിയാക്കി. പെണ്ണുങ്ങൾക്ക് സൈക്കിൾ ഓടിക്കണോ? സരസ്വതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീണാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, കാരണം എന്റെ ലക്ഷ്യം സ്കൂളാണ്, നിലമല്ല. അങ്ങനെ എല്ലാ ദിവസവും അവൾ സൈക്കിളിൽ സ്കൂളിൽ പോയി. 10ാം ക്ലാസ്സിൽ സ്കൂളിൽ ഒന്നാമതെത്തി. പിന്നീട് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഇന്ന് അവൾ അതേ ഗ്രാമത്തിലെ ഒരു ഫാക്ടറിയുടെ മാനേജറാണ്. ഇപ്പോൾ അവൾ ഗ്രാമത്തിലെ 50 പെൺകുട്ടികൾക്ക് സൈക്കിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അവൾ പറയുന്നു, എന്റെ സൈക്കിളിന്റെ 2 ചക്രങ്ങൾ പോലെയാണ് വിദ്യാഭ്യാസവും ധൈര്യവും. രണ്ടും ഉണ്ടെങ്കിൽ ഏത് ദൂരവും താണ്ടാം. കഥയുടെ സാരം എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾക്ക് അവസരം കൊടുത്താൽ അവർക്ക് സാധ്യമെന്ന് തോന്നുന്നതും സാധ്യമാക്കാൻ കഴിയും. സരസ്വതിയുടെ സൈക്കിൾ പോലെ ഒരു ചെറിയ പിന്തുണ പോലും ഒരു ജീവിതം മാറ്റിമറിക്കും. താങ്ക് യു. Okay, Surafy, thank you for your motivational story. Next, Shibida with a short speech. Please, Shibida. ഗുഡ് മോർണിംഗ് ആൾ. ഈ വൈകിയ വേളയിലും മാതൃദിനാഘോഷ പരിപാടികളെ കുറിച്ച് ഓർമ്മിപ്പിച്ച ദിവ്യയ്ക്കും അതിന് അനുവാദം തന്ന അശ്വതി മിസ്സിനും ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ ഷിബി. ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ നേരുന്നു. ഇന്ന് ഫാമിലി ഡേ കൂടെയാണ്, അപ്പോൾ ഇന്ന് ഡബിൾ സെലിബ്രേഷൻ ആണ് നമുക്ക്. ഈ മാതൃദിനം, ഫാമിലി ഡേ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെയൊക്കെ അമ്മമാരെ ഓർക്കാനും മാതൃത്വം എന്ന ആ ഒരു ഡിവൈൻ ഫീലിങ്ങിനെ ഉൾക്കൊള്ളാനും, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ആ ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഇപ്പോ വാഴ 2 പാട്ടില്ലേ, തമ്മിൽ പിണങ്ങി ആ പാട്ട് ഇറങ്ങിയപ്പോ പിണങ്ങിയിരുന്ന കുറെ സിബ്ലിങ്സ് ഒക്കെ റീജക്ട് ആയ ചില ഇൻസിഡൻസ് ഒക്കെ ഞാൻ അറിഞ്ഞു നമ്മുടെ നാട്ടില്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ വേണോ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ? വേണ്ട അല്ലെ? പക്ഷെ ഈ നാടോടുമ്പോ നടുവേ ഓടാന്ന് പറയുന്ന സംഭവമില്ലേ, അപ്പൊ എല്ലാവരെയും പോലെ നമ്മളും ഈ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പലരും പല പല രൂപത്തിലാണെന്ന് മാത്രം. കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളും വാക്കുകളും അങ്ങനെ. പക്ഷെ ഈ പറയുന്ന നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ ബന്ധങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ ഉപരി അവർ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഒന്ന് കാണുക, ഒന്ന് വരിക, ഒന്ന് സംസാരിക്കുക, ഒന്നിച്ചിരിക്കുക, ഭക്ഷണം കഴിക്കുക, യാത്രകൾ പോവുക, ഒന്നിച്ച് എന്നുള്ളൊരു സംഭവമാണ് എല്ലാവർക്കും താല്പര്യം. വിഷമം വരുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു കുഞ്ഞു ഉമ്മ കൊടുക്കുക, മതി. ഇത്ര മതി ഈ പറയുന്ന കാറ്റഗറി എല്ലാവരും ഹാപ്പി ആവാൻ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേ വരെ കാത്തിരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. ലോകത്ത് ഒരാളും 24/7 ബിസി ആയിട്ട് ഉണ്ടാവില്ല. നമുക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിതിനൊന്നും ഒരു പ്രയാസവും ഇല്ല. പിന്നെ ഈ മാതൃദിനം ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞൊരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും സ്നേഹം, വാത്സല്യം, ത്യാഗം, അർപ്പണ മനോഭാവം, സംരക്ഷണ ബോധം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെയൊക്കെ നിറകുടങ്ങളാണെന്ന് പറയും. ശരിയാണല്ലേ? നമ്മളെല്ലാവരും അമ്മമാരാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ പറയുന്ന ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഈ അമ്മച്ചിലന്തിയുടെ കഥ അറിയാവോ? ഈ അമ്മച്ചിലന്തി ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശ്രദ്ധിച്ച് നല്ല ഭംഗിയുള്ള വല നെയ്യും. എന്നിട്ട് അതില് മുട്ടയിടും. ഒരുപാട് മുട്ടകൾ ഉണ്ടാവും. എന്നിട്ട് ഈ മുട്ട വിരിയുന്നത് വരെ ഇങ്ങനെ അതിന് കാവലിരിക്കും. തീറ്റ തേടി പുറത്തു പോയില്ല, ഒന്നും ഉറങ്ങില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് കാവലിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായി മുട്ട വിരിഞ്ഞ് കുഞ്ഞു സ്പൈഡേഴ്സ് പുറത്തു വരാം. അപ്പൊ ഈ സ്പൈഡേഴ്സ് വന്നാല് ഈ കുഞ്ഞുങ്ങള് വിശന്ന് വലഞ്ഞിട്ട് അമ്മേനെ നോക്കും. അപ്പൊ ഇവര് ഭയങ്കര വീക്കായിരിക്കും. ഈ അമ്മയാണെങ്കിലോ അതിലും വീക്കായ അവസ്ഥയിലാണ്. എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ത്രാണിയില്ലാത്ത അവസ്ഥയിലായിരിക്കും ഇരിക്കാം. ഈ അമ്മ തന്റെ കുഞ്ഞുങ്ങളെ മുന്നിൽ കിടന്നു കൊടുക്കും. ഈ വിശന്ന കുഞ്ഞുങ്ങള് ആ അമ്മേനെ ആഹാരാക്കും. ആ അമ്മ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ അവള് മരിക്കുകയും ചെയ്തു. അവളുടെ അവസാനത്തെ സമ്മാനം അവർക്ക് കൊടുത്തു, അവസാനത്തെ ശക്തിയും അവൾക്ക് കൊടുത്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു ജീവിതകാലം മുഴുവൻ ഒരമ്മയുടെ സ്നേഹവും കരുതലും ത്യാഗവും സംരക്ഷണവും ഒക്കെയാണ് ഈ സ്റ്റോറിയിൽ കാണിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് ഇതിലൊരല്പം ഒരു ആധുനിക ഫെമിനിസം കൂട്ടിച്ചേർത്താൽ കൊള്ളാമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം പാരന്റിങ് എന്ന് പറയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ഒരു കൂട്ടുത്തരവാദിത്വമാണല്ലേ
ഈ അമ്മ ഈ കഷ്ടപ്പെട്ട കുട്ടികളെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോ അച്ഛൻ എവിടെ പോയി കിടന്നോ എന്തോ. അച്ഛന് കുറച്ച് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാമായിരുന്നു. അമ്മ ഇത്രയും ക്ഷീണിക്കില്ലായിരുന്നു. പിന്നെ ഒരു നല്ല ഭാര്യ, ഒരു നല്ല സ്ത്രീ, ഒരു നല്ല അമ്മ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ത്യജിക്കേണ്ടവളാണ് എന്നുള്ള ഒരു തെറ്റായ ഒരു മെസ്സേജ് ഇതിൽ കൂടെ കൺവേ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ സ്നേഹം കരുതൽ എന്നൊക്കെ പറയുമ്പോൾ സ്വയം ഇല്ലാതാവലല്ലോ. മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ബോധം വേണം. എനിക്കും ഒരു ലൈഫുണ്ട്, എനിക്ക് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അതിലേക്ക് എന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും പരിശ്രമിക്കണം എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളെ മക്കളൊക്കെ വലുതായിട്ട് അവര് നമ്മളോട് ചോദിക്കാണ്, അമ്മ ഞങ്ങളെ വലുതാക്കി ഈ നിലയിലൊക്കെ എത്തിച്ചു, അമ്മയുടെ ലൈഫിൽ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തീർന്നു മക്കളെ എന്ന് പറഞ്ഞ് നാണം കെടുന്നതിന് പകരം ഈ ഭർത്താവിനും മക്കൾക്കും ഒക്കെ അഭിമാനം കൊള്ളാൻ പാകത്തില് ശക്തരായ സ്ത്രീകളും ശക്തരായ അമ്മമാരും ഒക്കെ ആയിട്ട് മാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈ ഉദ്യമം, നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ള ഈ ക്ലാസ് തന്നെ അതിനുള്ള ഒരു തുടക്കമാവട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, കീപ് സ്മൈലിംഗ്. നിർത്തട്ടെ. നന്ദി. Okay, thank you, Shibida. That was a great performance. Next, Shahana's Malayalam speech. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ പേര് ഷഹനാസ്. ഇന്ന് മാതൃദിന സെലിബ്രേഷൻ ആണ്. അമ്മയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നു. അമ്മയെക്കുറിച്ച് പറയാൻ വാക്കുകൾ തികയില്ല. കാരണം അമ്മ ഒരു വാക്കല്ല, അമ്മ ഒരു പ്രാർത്ഥനയാണ്, ഒരു ത്യാഗമാണ്, ഒരിക്കലും തീരാത്ത സ്നേഹമാണ്. അമ്മ ആരാണ്? അമ്മ എന്നാൽ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് കുഞ്ഞിന്റെ നെറ്റിയിൽ കൈവച്ചിരിക്കുന്നവളാണ്. മക്കളുടെ കണ്ണിൽ കണ്ണുനീർ കണ്ടാൽ ഉള്ളിൽ 100 തവണ മരിക്കുന്നവളാണ്. ലോകത്തെ ആദ്യ ഗുരുവും ആദ്യത്തെ ഡോക്ടറും ആദ്യത്തെ കൂട്ടുകാരിയും അമ്മയാണ്. അമ്മയുടെ മടിയോളം സുരക്ഷിതമായ ഒരിടം വേറെയില്ല. ശമ്പളമില്ലാത്ത, അവധിയില്ലാത്ത, പെൻഷൻ ഇല്ലാത്ത ഒരേ ഒരു ജോലി. എന്നിട്ടും ഒരമ്മയും രാജിവെക്കില്ല. കാരണം മക്കളുടെ ഒരു പുഞ്ചിരിയാണ് അവരുടെ ശമ്പളം. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് 2 ഹൃദയവുമായാണ്. ഒന്ന് ഒരു മകളുടെ ഹൃദയം, മറ്റൊന്ന് ഒരു അമ്മയുടെ ഹൃദയം. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നോക്കിയാൽ പകുതിയിലേറെ പേരും അമ്മയാണ്. ഒരു കയ്യിൽ പുസ്തകവും മറു കയ്യിൽ കുഞ്ഞുമായി പഠിക്കുന്നവർ. രാവിലെ ഉണർന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് വീട്ടുജോലി കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സിൽ കയറും. സ്ക്രീനിൽ ഒരു വശത്ത് മാം, മറുവശത്ത് അമ്മേ ഉമ്മ എന്ന് വിളിയും വരും. ഇന്ന് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ഉമ്മയോടാണ്. എന്നെ ചേർത്ത് പിടിച്ച് വീഴുമ്പോൾ താങ്ങി എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് തന്നതിന്. പിന്നെ ലോകത്തിലെ എല്ലാ അമ്മമാരോടും നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി. എൻ്റെ കൂടെ പഠിക്കുന്ന അമ്മ സഹപാഠികളോട് നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ വെറും വിദ്യാർത്ഥികളല്ല, നമ്മൾ നാളെ വാർത്തെടുക്കുന്ന ശില്പികളാണ്. ഒരു കയ്യിൽ തൊട്ടിലും മറു കയ്യിൽ പുസ്തകവുമായി ചരിത്രം രചിക്കുന്നവർ. എല്ലാ സഹപാഠികളോട് എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങൾ ഒരു ക്ലാസ് മുറിയിൽ കയറുമ്പോൾ ഓർക്കണം, അവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും ഓരോ അമ്മയുടെയും ഹൃദയമാണ്, ഒരമ്മയുടെ പ്രാർത്ഥനയാണ്, ഒരമ്മയുടെ ലോകം മുഴുവനുമാണ്. എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. നിങ്ങളില്ലാതെ ഒരു പൂവും വിടരില്ല, ഒരു പുഞ്ചിരിയും ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ ഉണരുമ്പോൾ അവർ കാണട്ടെ സ്വപ്നം കാണുന്ന അമ്മമാരെയല്ല, സ്വപ്നങ്ങളെ ജയിച്ച അമ്മമാരെ. നന്ദി. Okay, thank you, Shahana's. ഹഫി 3 പേരും കൂടെ ഉണ്ട്. Anybody else വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ പെർഫോം ഇനി ചെയ്തു. ലക്ഷ്മി, അശ്വതി, ഷീബ. ലക്ഷ്മി ഒരു കവിത പാടിക്കോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ്, എൻ്റെ മോൾക്ക് സുഖമില്ല, അവൾ അഡ്മിറ്റ് ആണ്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ് ഒരു കവിത ചൊല്ലണമെന്ന് എനിക്ക് തോന്നി. ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും പെട്ടെന്ന് തോന്നി വന്നു, അതുകൊണ്ട് ചൊല്ലാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.
ഒരു നിലവിളക്ക് പോൽ അകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. ഒരു നിലവിളക്കുപോൽ അകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നും അമ്മ. ജീവിത പാതയിൽ വെയിലേറ്റുവാടവേ സാന്ത്വനത്തണലെന്റെ അമ്മ. പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നും അമ്മ. ജീവിത പാതയിൽ വെയിലേറ്റുവാടവേ സാന്ത്വനത്തണലെന്റെ അമ്മ. സഹജരുടെ സങ്കടം നെഞ്ചിലേറ്റൊരുകുന്ന മെഴുകുതിരിയായിരുന്നമ്മ. സഹജരുടെ സങ്കടം നെഞ്ചിലേറ്റൊരുകുന്ന മെഴുകുതിരിയായിരുന്നമ്മ. വലതുകൈ ചെയ്യുന്നതിടതുകരമറിയാതെ നന്മകൾ വിളയിച്ചൊരമ്മ. വലതുകൈ ചെയ്യുന്നതിടതുകരമറിയാതെ നന്മകൾ വിളയിച്ചൊരമ്മ. അക്ഷരക്കൂട്ടുചേർത്താദ്യം മൊഴിഞ്ഞ വാക്കമ്മ എന്നായിരുന്നല്ലോ. ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മ എന്നല്ലാതെയാമോ. ഒരു മഴക്കാലത്ത് മറുവാക്കു പറയാതെ പടിയിറങ്ങിപ്പോയൊരമ്മേ. ഒരു മഴക്കാലത്ത് മറുവാക്കു പറയാതെ പടിയിറങ്ങിപ്പോയൊരമ്മേ. മിഴികളിൽ പെരുമഴക്കാലമാടിപ്പോഴും അമ്മയെ ഓർത്തിരിക്കുമ്പോൾ. മിഴികളിൽ പെരുമഴക്കാലമാടിപ്പോഴും അമ്മയെ ഓർത്തിരിക്കുമ്പോൾ. ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഈ അമ്മ തൻ മകളായി പിറപ്പതോ പുണ്യം. ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഈ മലയാള മണ്ണിൽ പിറക്കിലോ ധന്യം. ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഈ അമ്മ തൻ മകളായി പിറപ്പതോ പുണ്യം. ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഈ മലയാള മണ്ണിൽ പിറക്കിലോ ധന്യം. താങ്ക് യു മിസ്സേ. എനിക്ക് ഇത്രയും പാടിക്കഴിയുമ്പോ അമ്മയെ പറ്റി പറയാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ +2 അല്ല പഠിച്ചത്, ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു. ഞാൻ 2001 ബാച്ച്, ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു അസുഖം വന്നിട്ട് എൻ്റെ ഒരു സൈഡ് മൊത്തം പാരാലിസിസ് ആയിപ്പോയി. അതും വലത് കൈയും വലത് കാലും. ഞാൻ 3 വർഷം കിടപ്പിലായിരുന്നു.
ഇപ്പോൾ എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. അതൊരു പെൺകുട്ടി ആവുമ്പോൾ അറിയാലോ. അപ്പൊ എനിക്ക് അമ്മയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് കണ്ണെന്നറിയാതെ എനിക്കത് ഓർക്കാൻ പറ്റില്ല. കാരണം അമ്മ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പഴയ സ്റ്റേജിലേക്ക് എത്തത്തില്ലായിരുന്നു. എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് അതേപോലെ എന്നെ എടുത്തായിരുന്നു ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുന്നത്. അത് ഞാൻ സ്വതവേ ഇത്തിരി വെയിറ്റ് ഉള്ള ആളാണ്. അപ്പോ അമ്മയ്ക്ക് എൻ്റെ അത്രയും വെയിറ്റ് ഇല്ല. പക്ഷെ എന്നാലും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ 3 വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷമാണ് എൻ്റെ അസുഖം മാറി ഞാൻ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ലെവലിലേക്ക് വന്നത്. അപ്പോ ലാസ്റ്റ് ബാച്ച് ആയ കാരണം എൻ്റെ പഠിത്തം മുടങ്ങിപ്പോയി. കാരണം അതോടുകൂടി ആ ഒരു ബാച്ചോടുകൂടി പ്രീ ഡിഗ്രി നിർത്തലാക്കുകയായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഡിഗ്രി ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയിൽ വന്നു. പിന്നെ ഞാൻ +2 പോകാൻ വേണ്ടി ഞാൻ നോക്കിയില്ല. പകരം ഞാൻ ഡിപ്ലോമ പഠിച്ചു. ഡിപ്ലോമയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ കുറെ പഠിച്ചു. എല്ലാത്തിനും അമ്മ സപ്പോർട്ടായിരുന്നു. പിന്നെ ഡിഗ്രി ചെയ്തു, അത് കഴിഞ്ഞ് PG ചെയ്തു. ഇപ്പോ നമ്മുടെ ഈ കോഴ്സ് ചെയ്യുന്നു. അതിന്റെ കൂടെ ഞാൻ UGC നെറ്റിന് ട്രൈ ചെയ്യുന്നു. ഇപ്പോ എൻ്റെ അമ്മയെ എനിക്ക് ഒരു ദിവസം പോലും ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അമ്മ ഒരു കടമയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ മോളാണിത്. അവൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് ഇപ്പം ഇന്ന് 3ാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞങ്ങൾ ഹോസ്പിറ്റൽ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കവിത ഞാൻ അവളെ പഠിപ്പിച്ചിട്ട്, അവള് കേരള സിലബസ് ആണ് പഠിക്കുന്നത്. സ്കൂൾ കലോത്സവത്തിൽ പാടി, അത് കഴിഞ്ഞിട്ട് ജില്ലാ കലോത്സവത്തിലും അവൾക്ക് ഈ കവിത പാടി അവൾക്ക് ഫസ്റ്റ് കിട്ടിയതാണ് ഈ കവിത. താങ്ക് യു മിസ്. ലക്ഷ്മി ചേച്ചി വളരെയധികം നല്ല രീതിക്ക് അവതരിപ്പിച്ച്. ഈ നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ? അശ്വതി. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ചൊല്ലുന്ന ഒരു കവിതയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ്, എനിക്കൊരു ടെൻഷൻ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അമ്മ എന്ന വാക്കു കേട്ടാൽ ഉള്ളം നീറും നെഞ്ചകമീ, അമ്മ എന്ന വാക്കിലുണ്ടേ പെൺമയുടെ നന്മ മുഖം. ഉദരത്തിലൊരു കുഞ്ഞു മുകുളമായി മാറിയ കുട്ടിക്കുറുമ്പിനെ മാറോടണച്ചും പിറവിക്കു മുന്നേ കുഞ്ഞുമുഖത്തി പ്രാണനായി കണ്ട് ഹൃദയത്തിലണച്ചും മാറിലി ചൂടും താരാട്ടുപാട്ടുമായി രാവിനി പകലാക്കി മാറ്റിയതമ്മയാണീ. താലോലം പാടിയും ചുവടുകൾ ദയിപ്പിച്ചും നേർവഴി കാട്ടിയതമ്മയാണീ. മാറോടണച്ച അമ്മയെ പലരും തെരുവിലേക്കയച്ചൊരു കാലമാണിന്ന്. ഓർക്കുക മനുജ, നിന്നാവിൽ മാധുര്യം ആദ്യം പകർന്നത് അമ്മയാണീ. ജീവിതയാത്രയിൽ വീണിടും വീതിയിൽ ചുവടുകൾ വയ്പ്പിച്ചതമ്മയാണീ. നാം ചെയ്ത പാപത്തെ നമ്മുടെ കോപത്തെ എന്നെന്നും പൊറുത്തിടും അമ്മ മനസ്സ്. അമ്മയുള്ള കാലത്തോളം നമ്മളെന്നും ധന്യരാണീ. അമ്മയില്ല കാലത്തോ നമ്മളെന്നും ധന്യരാണീ. കാലത്തിൻ്റെ കണക്കെടുപ്പിൽ എന്നെന്നും നോക്കുക നീ. വീട്ടാനാക കടമാണി അമ്മ എന്ന സത്യം. അമ്മ എന്ന വാക്കു കേട്ടാൽ ഉള്ളം നീറും നെഞ്ചകമീ. അമ്മ എന്ന വാക്കിലുണ്ടേ പെൺമയുടെ നന്മ മുഖം. താങ്ക് യു ഓൾ ഓഫ് യു. മാം, ഇത് ഞാൻ എഴുതിയ ഒരു കവിതയാണ്.
മാം 2 ദിവസം മുന്നേ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും അമ്മയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ എനിക്കൊരു 2 വരി എഴുതണം എന്ന് തോന്നി. ഞാൻ കുഞ്ഞു കുഞ്ഞു കവിതകൾ ഇടയ്ക്ക് എഴുതാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ലൊരു അവസരമെന്ന് തോന്നി പ്രസന്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. താങ്ക് യു. വെരി ഗുഡ്. സ്വന്തം എഴുതല്ലേ ഇതിലെന്ത് പറയാനാ? താങ്ക് യു മാം. ഓക്കെ ഓക്കെ. താങ്ക് യു ഓൾ ഓഫ് യു. അടുത്ത ഷീബയാണേ. ഹായ് ഓൾ. എല്ലാവർക്കും നമ്മുടെ അമ്മമാർ ഭയങ്കര സ്പെഷ്യലാണ്. അതുപോലെ തന്നെയാണ് എനിക്കും. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പകരം വെക്കാനില്ലാത്തൊരു പകരക്കാരി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് എൻ്റെ അമ്മനെ കുറിച്ച്. അമ്മയ്ക്ക് പകരം നമുക്ക് വേറെ ആരെയും പകരം വെക്കാൻ കഴിയില്ല. പക്ഷെ പകരക്കാരിയാണ്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണ് ഓരോ മാതാപിതാക്കൾ എന്നല്ലേ പറയാം. അപ്പോൾ ദൈവത്തിന്റെ പകരക്കാരിയാണ് ഭൂമിയിൽ കാണപ്പെടുന്ന മാതാപിതാക്കൾ, അതിലും പ്രത്യേകിച്ച് അമ്മ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. താമരേ നിൻ പൂങ്കവിളിൽ നല്ലിതളഴകിൽ നൂറും ഓമനേ താമരേ നിൻ പൂങ്കവിളിൽ നല്ലിതളഴകിൽ നൂറും പാലാഴി നിലാവമ്മ ചേലേഴിൻ കിനാവമ്മ എൻ്റെ മാത്രം അമ്മ ഓമനേ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പോരമ്മ താമരേ നിൻ പൂങ്കവിളിൽ നല്ലിതളഴകിൽ നൂറും കാൽത്തള കൈവളകിലുങ്ങി വെയിൽ കുഞ്ചും പിഞ്ചോമലായി കാർത്തിക പൊൻകര കാവിൽ അമ്മ കണ്ണിൽ നിറവിളക്കായി തുള്ളി തുള്ളി കുളിച്ചൊരു തുമ്പിക്കൊപ്പം പറന്നൊരു കൺമണിയല്ലേ നീ മകനേ കിന്നാര പൊന്നാരമേ ഓമനേ പൊന്നേ നിന്നെ ഓർത്തിരിപ്പോരമ്മ പ്രാണനേ നിൻ പൂങ്കവിളിൽ നരിതളഴകിൽ നൂറും. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് കൃഷ്ണപ്രിയ. Good morning, ma'am. Good morning, everyone. Today we are here to celebrate a very special person, our mothers. Firstly, I wish Happy Mother's Day to all the wonderful moms. Mothers are our first teachers and our best friends. They love us, care for us, and always put us first. A mother's heart can fix anything. She works hard every day, often without a break. We should thank you our mothers, not just today, but every day. Let's give them lot of love and big smiles today. Thank you, Mom, for everything. You're the best. Thank you. Thank you, Krishnapriya. Next, anybody else? ഹസീന. Hasina, please. Yes. കണ്ണുള്ള
കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റും മാനെ വാങ്ങാനൊക്കൂല എല്ലാം പൊറുക്കാനും ഏറെ സഹിക്കാനും എല്ലാം പൊറുക്കാനും ഏറെ സഹിക്കാനും മനസ്സുറപ്പുള്ളോരെ ഉമ്മ മധുരക്കനിയാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം നോത്തോളി മതിമതിയ മുത്ത് മുഹമ്മദിൻ തൂമഴിയുള്ളിൽ ഉറച്ചോളി. താങ്ക് യു. താങ്ക് യു ഹസീന. എനിബഡി എൽസ്? വേറെ ആരെങ്കിലും ഉണ്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? ഓക്കെ, കമ്മിറ്റായി അല്ലേ? എല്ലാരും നന്നായിട്ട് പാട്ടാണെങ്കിലും സ്പീച്ച് ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. വെരി ഗുഡ്. കിട്ടുന്ന ചാൻസ് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓരോരുത്തരാണെങ്കിലും അല്ലെ, എനിക്കും പാടുന്ന അങ്ങനെ ആത്മീയത്തോട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അല്ലെ, അവർക്കും ആ ഒരു കോൺഫിഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അമ്മ എന്ന് കേൾക്കുമ്പോ എല്ലാവരും ഉള്ളിൽ അത് അല്ലെ, അമ്മ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിന് ചെറിയൊരു നനവ് സ്വാഭാവികമാണ് അല്ലെ. അത് അങ്ങനെയാണ്. എന്താ റീസൺ എന്ന് വെച്ചാൽ എന്താ, റീസൺ ഒന്നുമില്ല. പിന്നെ പറയാനാണെങ്കിൽ എന്താ, മദേഴ്സ് ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് അത് അമ്മമാരെ കുറിച്ച് സംസാരിക്കാം. അച്ഛന്മാർക്കും പ്രാധാന്യം ഇല്ലെന്നില്ല എന്നല്ല പറയുന്നത്, രണ്ടുപേർക്കുണ്ട്. ഓക്കെ, പിന്നെ ഫാദേഴ്സ് ഡേ നമ്മള് പൊതുവെ അറിയാലോ അല്ലെ, സെലിബ്രേഷൻ വളരെ കുറവാണെങ്കിലും എനിക്ക് പറയാനുള്ളത് അമ്മയെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അച്ഛന്മാരെന്നാണ്. അമ്മമാരെന്ന് പറയുമ്പോ പ്രസവിച്ചാൽ മാത്രം പോരാ, അതിനുണ്ടൊരു കാര്യമുണ്ട്. പ്രസവിച്ചാൽ മാത്രം ഒരമ്മയാകില്ല. അമ്മ എന്ന് പറയുമ്പോ എനിക്ക് എന്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ, ഇതിൽ ആർക്കും ഞാൻ ആരെയും ആക്സെപ്റ്റ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, എന്റെ ഒപ്പീനിയൻ ആണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകിയാല് അമ്മയാവില്ല. ഓക്കെ, അതില് സ്നേഹിക്കാനും എല്ലാവരെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനും കൂടെ ഉള്ളൊരു മനസ്സും കൂടെ ഉണ്ടാവണം. എന്നാലേ നമുക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. അതിലാണ് അമ്മ എന്ന വാക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത്. അതും മക്കളെ നന്നായിട്ട് നോക്കുക. അതിൽ അമ്മമാരെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യവും കൂടിയല്ല, അച്ഛന്മാരും കൂടെ വേണം. അപ്പോ അമ്മയ്ക്ക് അമ്മ എന്ന് പറയുന്നതും അച്ഛൻ എന്ന് പറയുന്നതും രണ്ടും രണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണ്. ഓക്കെ, പിന്നെ ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ നമ്മൾ ഓരോന്നും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടല്ല. പിന്നെ നമ്മൾ വാഴാറ്റു പറഞ്ഞ പോലെ ഇതില് എന്തുകൊണ്ട് ആ മൂവിയിൽ അങ്ങനെ ഒരു പോർഷൻ വന്നു എന്ന് കാർത്തിക് മനസ്സിലായോ. കാലം മാറും തോറും ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾക്ക് അമ്മ എന്ന് ചിന്തിക്കുമ്പോഴുള്ള ഇമോഷൻസ് ആയിരിക്കില്ല നമ്മുടെ മക്കൾക്ക് അമ്മ എന്ന് ചിന്തിക്കുമ്പോ. ഡിഫറെന്റ് ആണ്. കാരണം ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബന്ധം എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ അമ്മ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അമ്മമാരെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളൊരു അമ്മയാണ് എന്നൊരു ചിന്ത നമ്മൾക്കും കൂടെ വേണം. മനസ്സിലായോ? നമ്മള് അമ്മ എന്ന് ആലോചിക്കുമ്പോ നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർത്ത് നമുക്കൊരു വിഷമം വരും. പക്ഷെ ആ ഒരു സങ്കടവും സ്നേഹവും നമ്മുടെ മക്കൾക്ക് നമ്മളോടുണ്ടോ? സംശയമാണ്. ചോദിച്ചായിരിക്കും അത് വളരെ കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ തെറ്റാ, നമ്മുടെ മിസ്റ്റേക്കാ. അതില് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. കാലം മാറി. അന്ന് പണ്ട് അമ്മമാര് ഇപ്പൊ എല്ലാം സഹിച്ച് മക്കളെ നോക്കാൻ വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, സഹിക്കലില്ല, സഹനം കഴിഞ്ഞു. കാരണം ഇനി സഹിച്ച് നമുക്ക് കൂടെ എന്നാലും മക്കള് തിരിച്ചു ചോദിക്കും. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളത് ചോദിക്കില്ല. അമ്മ എന്തുകൊണ്ട് അത്രയും നാളെ സഹിച്ച് എന്നെ നോക്കി എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കില്ല. പക്ഷേ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കും. മനസ്സിലായോ? ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുക.
കാലത്തോടൊപ്പം നമ്മൾ പോകണം. അതുകൊണ്ട് അമ്മായി എന്നൊരു കോൺസെപ്റ്റ് മേ ബി നമ്മുടെ ജനറേഷൻ കൂടി ചിലപ്പോൾ അവസാനിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് എന്റെ ഒപ്പീനിയൻ ആണ്. കാരണം നമ്മൾ എത്രത്തോളം മക്കളെ നമ്മൾ എങ്ങനെയല്ലേ നമ്മ അമ്മമാരെ വളർത്തുന്ന പോലെ ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ വളർത്താൻ പറ്റുമോ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിക്കും മക്കളെ നോക്കാനും മക്കളോട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ടൈം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം നമുക്ക് ഇപ്പോ ഉണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാട്ടോ. 3 വയസ്സ് വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ എനിക്ക് ഞാൻ ജോലി എന്ന് പറഞ്ഞിറങ്ങുമ്പോ കാരണം മക്കളും പഠിക്കാൻ പോവാണ്, വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കൂടുതൽ ടൈം അവളുടെ സ്കൂള്, പിന്നെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്. ഇപ്പോഴും ഞാൻ എന്റെ കാര്യം പറയാണ്, ഇപ്പോഴും എന്റെ മോളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതും എന്റെ അമ്മയാണ്. എന്നെക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്ന എന്റെ അമ്മയാണ്. ഞാൻ അതിലും കുറവാണ്. അതിനർത്ഥം എനിക്ക് സ്നേഹമില്ല എന്നല്ല, എനിക്ക് സമയമില്ല എന്നല്ല, സമയമുണ്ട്. സമയം ഉണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് എന്റെ അമ്മ, എന്റെ മോള്. ആ ഒരു ജനറേഷൻ ഞങ്ങൾ 3 പേരായിട്ടാ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഒരുപാട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എന്റെ മോൾക്ക് എന്നേക്കാൾ കൂടുതൽ സ്നേഹം നൽകുന്നതാണ്. ഇതിലെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാവും. കാരണം ഇപ്പോ അമ്മ എന്ന് പറയുമ്പോ ഇപ്പോ ഞാനും അമ്മയും ഭയങ്കര കണക്റ്റഡാണ്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ മിക്കപ്പോഴും വീട്ടിൽ വരുത്തിട്ട് അടുത്താണ്. അപ്പൊ വീട്ടിൽ വരുമ്പോ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം അറിയുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞു ഒരു 100 കൂടുതൽ ദിവസം വീട്ടിൽ നിന്നിട്ടാ ഞാൻ പോയത്. കാരണം ഒരു കോവിഡ് ടൈം ഒക്കെ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് പോയപ്പോഴും ഞാനും കുഞ്ഞും ഒരുമിച്ച് പോയപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാല് വീട് അടുത്തായതുകൊണ്ട് മോള് കൂടെ തന്നെയാണ്. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ ഒരു മോളായിട്ട് വരും. അപ്പൊ അവള് ഇപ്പൊ എന്നെക്കാളും കൂടുതൽ കാര്യം അമ്മക്ക് അവളോടും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ കൊണ്ടുപോവാ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മാക്സിമം അവളെ വിട്ടുകൊടുക്കുക. കാരണം അമ്മമാരും പറയും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വിഷമം തോന്നുന്നവരാ. നമ്മള് പിന്നെ ജോലിക്ക് ഇറങ്ങുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടല്ല. അമ്മ എന്ന് പറയുമ്പോ ഒറ്റയ്ക്ക് ഇരുന്നാല് ഒരുപാട് സ്ഥിതിച്ചു കൂട്ടും. ഇവരുണ്ടെങ്കിൽ പിന്നെ അതൊന്നുമില്ല. കൂടുതലും ഞാൻ ശരിക്കും പറയാൻ ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കാം. എന്നുവെച്ചാല് അമ്മ നമ്മുടെ ലോകത്ത് നിൽക്കട്ടെ. നമുക്കെല്ലാം അറിയാം. മീൻസ് എല്ലാവരും അറിയാമല്ലോ. അമ്മയാണെങ്കിലും കുഞ്ഞിനെ ആണെങ്കിലും അവള് എത്രത്തോളം വെച്ചാൽ നമ്മുടെ അടുത്ത് പോകും. എന്നാൽ അമ്മായി എന്നൊരു കോൺസെപ്റ്റ്, ആ സ്നേഹം അവൾക്ക് എന്തായാലും ഉള്ളിലുണ്ട്. അപ്പൊ അവൾക്കും അറിയാം. അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവൾക്കും അറിയാം. അപ്പൊ കൂടുതൽ ടൈം നമ്മുടെ കൂടെയാണ്. ഇപ്പോഴും നിലവിൽ നമ്മുടെ കൂടെയാണ്. ഞാൻ ഇങ്ങനെ ജോലിക്ക് വന്നു, അവൾ നമ്മുടെ കൂടെ ഉണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്റെ അമ്മ. അപ്പൊ അതും ഒരു സേഫ്റ്റിയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതലും അമ്മയുടെ അടുത്താണ്. അമ്മയുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതും ഉണ്ട്. അപ്പോ ഈ അമ്മായി എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇപ്പൊ എന്റെ മോളോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ ഇഷ്ടമാണെങ്കിൽ പോലും കൂടുതൽ ക്വാളിറ്റി ടൈം കിട്ടുന്നത് എന്റെ അമ്മയുടെ. 3 വയസ്സെന്ന് പറയുമ്പോ 3 വയസ്സ് വരെ ഞാൻ കൂടെ ഉണ്ടായെന്ന് പറയുമ്പോ അവർക്ക് അത്രയും അറിവില്ല, കുഞ്ഞാണല്ലോ. പക്ഷെ അറിവായ സമയത്ത് അവള് അമ്മയുണ്ട്, എന്റെ അമ്മയുണ്ട്. അപ്പൊ ക്വാളിറ്റി ടൈം കൂടുതൽ കിട്ടുന്നത് എന്റെ അമ്മയോടായതുകൊണ്ട് അവർക്ക് ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അമ്മമാര് പറയുമ്പോ അല്ലെ ആ ഒരു വ്യത്യാസം ഉണ്ട് അതില്. അതുകൊണ്ട് അമ്മായി എന്ന് പറയുമ്പോ എനിക്ക് എന്റെ അമ്മയെ പോലെ ആയിരിക്കില്ല എന്റെ മോൾക്ക് ഞാൻ. അതാണ് വ്യത്യാസം. ഇനി അങ്ങോട്ടുള്ള ജനറേഷൻ എല്ലാം അങ്ങനെയാട്ടോ. മാക്സിമം പഴയതുപോലെ തന്നെ കുട്ടികളെ വളർത്താൻ നോക്കാം. പഴയതുപോലെ വളർത്താൻ നോക്കാം. ഇപ്പോഴത്തെ കാലം ഓക്കെയാണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും ബന്ധങ്ങൾ നിന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് വരുന്നത് മൊബൈലാണ്. മൊബൈൽ ആവശ്യമാണെങ്കിൽ പോലും അനാവശ്യം ഒരുപാടുണ്ട്. മൊബൈൽ വരുമ്പോഴാണ് ഈ ബന്ധങ്ങൾ പോകുന്നത് അല്ലെ? ബന്ധങ്ങൾ അങ്ങനെയാണ്, മൊബൈലിലൂടെയാണ്. മൊബൈൽ കാരണമാണ് ബന്ധങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മളെ കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നമ്മൾ അമ്മയാണ്, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ പറയാം. മൊബൈൽ ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കളിച്ച് വളരാൻ നോക്കുക, സംസാരിക്കുക, ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അമ്മായി എന്ന് പറയുമ്പോ എത്രത്തോളം അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മുടെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ ആ അമ്മ എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ അതിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു വ്യത്യാസം എന്നുള്ളതെന്ന് വെച്ചാല് ഇപ്പൊ എന്റെ അമ്മയെന്ന് വെച്ചാല് എന്റെ അമ്മ ഹോം ബേസ്ഡ് ആയിരുന്നു, വർക്ക് ആണെങ്കിലും.
വീട്ടിൽ ചെയ്യുന്ന കൊടുക്കുക, പുറത്തോട്ട് പോകുന്നില്ലായിരുന്നു. അപ്പൊ അമ്മ ഫുൾ ടൈം നമ്മുടെ കൂടെ എനിക്ക് അറിയാം. പക്ഷെ നമ്മുടെ കാലത്ത് നമ്മൾക്ക് ജോലി, കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാം വേണം. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ അമ്മമാരെ പോലെ ആകരുന്ന് പറയുന്ന വെച്ചാൽ എല്ലാം സഹിച്ചും ഒരിക്കലും ഇനി ഉള്ള ജനറേഷൻ നിൽക്കില്ല, ഇൻക്ലൂഡിങ് മീ, ഞാനും നിൽക്കില്ല. അങ്ങനെയാണ്. കാരണം നമ്മൾക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആകേണ്ടതാണ്. അതിലൊരിക്കലും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതും നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാം വേണം, ബന്ധങ്ങൾ വേണം, അതിന്റെ കൂടെ എല്ലാത്തിനും വാല്യൂസ് അറിയണം അവര്. മണി ആണെങ്കിലും റിലേഷൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എല്ലാത്തിന്റെയും വാല്യൂ അവർ അറിയണം. എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാം നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ്, ഒരമ്മമാര് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ വിട്ടുകൊടുക്കരുത്. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ടും അവര് പോയി എക്സ്പീരിയൻസ് ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ കടമ ചെയ്യുക, കടമയാണത്. അല്ലാതെ അവര് ഫോഴ്സ് ചെയ്യുകയല്ല, കടമയാണ്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ നമ്മളെ കൊണ്ട് പറ്റും. എനിക്ക് അവര് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടക്കുറവ് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയല്ല, പറഞ്ഞു കൊടുക്കുക. അതില് അമ്മമാരെന്നല്ല അച്ഛന്മാരും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെ? അമ്മയെ പോലെ തന്നെ ഒരുപാട് അച്ഛന്മാരെന്ന് വെച്ചാല് പുറത്തൊന്നും കാണിക്കില്ല, എക്സ്പ്രസ് ചെയ്യില്ല. അവരുടെ ഫീലിങ്സ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും എക്സ്പ്രസ് ചെയ്യാത്ത ഒരുപാട് അച്ഛന്മാരുണ്ട്, അല്ലെ? അവരും ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷൻ ആണെങ്കിലും എല്ലാം അനുഭവിക്കുന്നവരാ. എല്ലാരും എക്കലെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഒരു പടി മുന്നിൽ അമ്മമാരെന്ന് പറയണം. അതാണ്, ഒരു പടി മുന്നിൽ എപ്പോഴും അമ്മമാര് തന്നെയാണ്, അല്ല? ഒരു 90% അച്ഛന്മാർ കൊടുക്കാനുള്ള ഒരു 92-93% അമ്മമാര് കൊടുത്തേ പറ്റൂ. അതങ്ങനെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, അങ്ങനെയാണ്. അപ്പോ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോ നമ്മൾ അമ്മമാരാണെന്ന് ആദ്യം ചിന്തിക്കുക. ഇനി ചിന്തിക്കേണ്ടതാണ് കേട്ടോ, നമ്മൾ അമ്മമാരാണ്. നമ്മളപ്പോ നല്ല ഇനിയുള്ള ജനറേഷനെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് നമ്മളാണ്. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്, പറഞ്ഞട്ടെ. അതായത് മദേഴ്സ് ഡേ എന്ന് പറയുമ്പോ ശരിക്കും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും അമ്മമാരാണ്. ഞാനിപ്പോ അമ്മയാകുമ്പോഴാണ് ആവശ്യം എനിക്ക് മനസ്സിലാകുന്നത്. അതിലുപരി എന്റെ അമ്മ എല്ലാരെക്കാട്ടിലും വ്യത്യസ്തമായെന്ന് വെച്ചാൽ അമ്മയ്ക്ക് മെന്റലി കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ് എന്റെ അമ്മ. എനിക്ക് വീഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം അമ്മ എങ്ങനെയൊക്കെയോ ഞങ്ങളെ വളർത്തി. പക്ഷെ അത് എങ്ങനെ വളർന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും എന്താ പറഞ്ഞാ അമ്മ പെട്ടെന്ന് വയലന്റ് ആവും. ചിലപ്പോ നല്ല രീതിയിലായിരിക്കും. നന്നായിട്ട് പാടും അമ്മ. ആ പാട്ടിന്റെ കുറച്ച് കഴിവുകളാണ് എനിക്ക് കിട്ടിയത്. അപ്പോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് തൊട്ടേ അമ്മയ്ക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അമ്മയെ മീൻസ് പറയാതെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത് എന്റെ അച്ഛൻ. സോ ഡൈവേഴ്സ് വരെ വരാൻ നിന്നപ്പോഴാണ് എന്റെ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ നമ്മൾ ഉപേക്ഷിക്കരുത്. അവര് കാര്യം കള്ളത്തരം പറഞ്ഞ് കല്യാണമൊക്കെ കഴിച്ചു, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, അതുകൊണ്ട് അവളെ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചൊക്കെ ചേഞ്ച് വന്നു, കുറച്ച് ചേഞ്ച് വന്നില്ല. പക്ഷെ എങ്ങനെയോ ഞങ്ങൾ 3 കുട്ടികൾ ആയിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ വളർന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും അമ്മയും അച്ഛനും എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കടമ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അമ്മയെ എല്ലാരും പറഞ്ഞു അമ്മയെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് അമ്മ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റിന്റെ. പക്ഷെ അമ്മ അവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ എന്റെ മനുഷ്യത്വം എന്നെ അനുവദിക്കുന്നില്ല. കാരണം അമ്മ അവിടെ ഇങ്ങനെ കഴിയും. പക്ഷെ അത്ര ക്ഷമയായിട്ട് എന്ന് വെച്ചാൽ ചില സമയം ദേഷ്യപ്പെട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും എന്റെ അമ്മയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയല്ലോ. പക്ഷെ അമ്മയ്ക്ക് അറിയാം ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്റെ സിസ്റ്റർ, മൂത്തൊരു സിസ്റ്റർ ഉണ്ട്. ഞാനിപ്പോ ഇത്ര ആയതുകൊണ്ട് പറയുവാണ്, സെൽഫിഷ് ആ ഒരു മൈൻഡുള്ളതാണ് എന്റെ സിസ്റ്റർ. എപ്പോഴും സെൽഫിഷ് മൈൻഡാണ്, അമ്മ അച്ഛനെ നോക്കിയില്ല. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇനി വരുന്ന ജനറേഷൻ ഇതിനെക്കാട്ടിലും മോശം സ്ഥിതിയിലേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്റെ ഡ്യൂട്ടി, ഞാൻ എന്റെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ എന്റെ അച്ഛനെയും ഒക്കെ, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ഛൻ ദേഷ്യപ്പെടും പെട്ടെന്ന്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ വീട് ഹാൻഡിൽ ചെയ്ത് പോകുന്നതുകൊണ്ട് കുടുംബം പൊക്കോണ്ടിരിക്കുന്നു ഒരുവിധം നല്ല രീതിയിൽ. പക്ഷെ നമ്മളും കൂടെ കടന്ന് വൈലന്റ് ആവുകയാണെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, അമ്മയുടെ അവസ്ഥ ഇങ്ങനെ. പിന്നെ എനിക്ക് ഒരു മുത്തശ്ശി ഉണ്ട്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അമ്മയാണ്. ഒരു 7 മാസമായിട്ട് കിടപ്പിലാണ് മുത്തശ്ശി. അപ്പൊ മുത്തശ്ശിയും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് ഇരിക്കുന്നത്.
ഒരു വിഷമമുണ്ട് എനിക്ക് മനസ്സിൽ. എന്നുവെച്ചാ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒത്തിരി വിഷമമുണ്ട്. പക്ഷെ അതൊക്കെ നെഗറ്റീവായിട്ട് ഒരിക്കലും ആരുടെ മുമ്പിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാനത് പറഞ്ഞില്ലെങ്കിൽ നാളെ ചിലപ്പോൾ സാക്ഷികളില്ലാതെ പോകും. കാരണം നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചാൽ എല്ലാം പറ്റും. പറ്റില്ല എന്ന് കരുതിയ ഒന്നിനും പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ മാത്രം ഞാൻ ഫേസ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ പുറയിലോട്ട് വെക്കരുത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മള് ജീവിതത്തില് മുന്നോട്ട് ഒരുപാട് വന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ നിന്നു പോകും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ വീട്ടിലെ സാഹചര്യമൊന്നും പഠിക്കാൻ അനുവദിക്കുന്ന സാഹചര്യമൊന്നും അല്ല. എന്നാലും അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യും. നമ്മള് അതിനെന്താ പറയാ, ക്ലാസ്സിൽ കയറണം, അല്ലെങ്കിൽ ട്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ നിന്നു പോകും. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്കുള്ള ജോലി പോലും ഇഷ്ടം പോലെ ഓപ്ഷൻസ് വന്നിട്ട് ഞാൻ പോയില്ല. സോ വീട്ടിലിരുന്ന് ഡോക്ടറിന്റെ PR ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വീട്ടിൽ ഇരുന്ന് ചെയ്തു കൊടുക്കും. അതിനുള്ള തുച്ഛമായ എന്തെങ്കിലും സാലറി ആയിരിക്കും അദ്ദേഹം തരുന്നത്. അത് ഞാൻ ചെയ്യും. പക്ഷെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല. ആ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അദ്ദേഹം എന്റെ കൂടെ ഒപ്പം എന്ന് വെച്ചാൽ എന്റെ ഒപ്പം നിന്ന് പുള്ളി ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് ചെയ്യും. എന്നോട് പറയും, നീ വിഷമിക്കണ്ട, ഇന്നില്ലെങ്കിൽ നാളെ ആ വിഷമം ദൈവം അറിയുന്നൊരു ദിവസം വരും. കാരണം പക്ഷെ അമ്മയ്ക്കും അറിയാം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അമ്മയെ നോക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ എല്ലാരും പോലെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് അത് ചിലപ്പോ അത് ശരിയാവുമായിരിക്കാം. പക്ഷെ ചിലപ്പോ ഞാൻ ഓർത്തു പോകും, അമ്മ അങ്ങനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അമ്മേനെ ഇന്ന് അവിടെ എങ്ങനെ നിൽക്കും എന്നുവെച്ചാൽ അമ്മയുടെ രീതിക്ക് അനുസരിച്ച് തന്നെ നമ്മൾ നിൽക്കണം. ഇല്ലെങ്കിൽ അമ്മ വയലന്റ് ആവും. എന്നുവെച്ചാൽ രാവിലെ കുറച്ച് താമസിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. സോ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോ ഞാൻ അതിന്റെ കൂടെ നിന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ അമ്മ സമ്മതിക്കൂ. പക്ഷെ എന്താണെന്നറിയില്ല, എല്ലാരെയും പോലെ വ്യത്യാസം. പക്ഷെ എന്നാലും എന്റെ മനുഷ്യത്വം എന്നെ അനുവദിക്കുന്നില്ല. എല്ലാരെയും പോലെ അല്ല അമ്മ. പക്ഷെ എന്നാൽ അമ്മ ചില സമയം നല്ലൊരു പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന ആളും കൂടെയാണ്. ചില സമയം അമ്മ ഭയങ്കരമായിട്ട് അമ്മ അതിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഹൈപ്പറായിട്ട് ഇതാവുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പോകും. അങ്ങനെയൊന്നും ഇനിയുള്ള എന്താ പറയാ, എല്ലാവരും സന്തോഷമായിട്ട് ഉള്ള രീതിയിൽ ജീവിക്കുമ്പോൾ സങ്കടം മാത്രം ജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജീവിതം അങ്ങനെയായിപ്പോയി. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. എല്ലാരും അമ്മയുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും ഇത് പറയുന്നു. എന്ന് വെച്ചാ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടതല്ല. മരിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് ചങ്കിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ശകലം വെള്ളമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഏറ്റവും വലിയൊരു പുണ്യമാണ് എന്ന് ഞാൻ പറയുക. ഈ ഒരു സമയത്തില് ഞാൻ അറിയാതെ ഒന്ന് കരഞ്ഞു പോയതാണ്. സോറി, നെഗറ്റീവ് വരരുതെന്ന് എനിക്കിപ്പോ അങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇന്നത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാളെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന മാമിന്റെ അടുത്തും ഒക്കെ പറഞ്ഞാൽ മാത്രമേ അതിനൊരു എന്റെ മനസ്സിലെ ഭാരം അല്ലെങ്കിൽ കുറയും. കുറച്ചുപേർക്കൊക്കെ അറിയാം, കുറച്ചുപേർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. താങ്ക് യു. ദിവ്യ, ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം പറയട്ടെ. ഒരിക്കലും നമ്മള് ഡ്യൂട്ടി എന്ന് പറയുന്ന സാധനം, കടമ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് അല്ലെ? എനിക്ക് ഇപ്പൊ ഒരമ്മയ്ക്ക് 3 or 4 മക്കളായിരിക്കാം. ഈ 3 or 4 മക്കൾക്കും കടമയാണ്. പക്ഷെ എല്ലാവർക്കും കടമ ചെയ്യാൻ ഒരു മനസ്സുണ്ടാവും? ഒരിക്കലില്ല. അപ്പൊ കടമ എന്ന് പറയുന്ന വാക്കല്ല അവിടെ വേണ്ടത് കേട്ടോ. നമ്മൾ അവരെ സ്നേഹിക്കാനും അവരെ നോക്കാനും ഒരു മനസ്സാണ്. ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഓക്കെ, ആ ദിവ്യക്കുള്ളത് എന്തുകൊണ്ടാണ്? സ്നേഹം ഉള്ളതുകൊണ്ടാണ് അല്ലെ? തീർച്ചയായും. അമ്മയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അച്ഛനാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാദ്യം മനസ്സിലാക്കാം. കാരണം നമ്മളത് ഒരിക്കലും സങ്കടത്തോടു കൂടി പോകുന്ന ഒരു ജേണി ആണെന്ന് ഒരിക്കലും ദിവ്യ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഒരിക്കലും അത് പറയാൻ പാടില്ല. കാരണം എത്രയേ ഉള്ളൂ, സങ്കടങ്ങള് നമ്മള് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും മാത്രമാണ് ദിവ്യ. അത് സന്തോഷത്തോടു കൂടി നമ്മള് സന്തോഷം നമ്മള് ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? അതായത് സങ്കടമല്ല ഒരിക്കലും. സങ്കടം എന്ന് പറയുന്നത്
നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ അത് സങ്കടമാണെന്ന് പറയുമ്പോൾ സങ്കടമാണ്. അങ്ങനെയല്ല, എത്രയോ പേര് അച്ഛനും അമ്മയും ഇല്ലാത്ത എത്രയോ പേരുണ്ടാവും എന്ന് ആലോചിച്ചു. അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ദിവ്യയുടെ കൂടെ അച്ഛനും അമ്മയുണ്ട്. അതിൽ പരം സന്തോഷം ഏറില്ല. മനസ്സിലായോ? അപ്പോ അമ്മയ്ക്ക് അസുഖമാണ്, അത് ഓക്കെ, അമ്മയ്ക്കത് നമുക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും അമ്മ കൂടെ ഉണ്ട്, അല്ലെ? അമ്മ കൂടെ ഉണ്ട്. പറഞ്ഞു അമ്മ എങ്ങനെ വളർത്തിയെന്ന് അറിയില്ല, അത് വളർത്തി വലുതായതും വലിയ കാര്യമല്ലേ, അതും സന്തോഷിക്കാവുന്നതാണ്, അല്ലെ? അമ്മക്ക് വയ്യാതാണെങ്കിൽ പോലും അമ്മ 3 മക്കളെ വളർത്തി. അതിൽ പരം ഇതിലെന്താ പറയാനുള്ളത്? അപ്പോ അത് സന്തോഷിക്കുക. സങ്കടം അവിടെ വേണ്ട, ഇനി സങ്കടമേ വേണ്ട, കടമേ അല്ല. ലൈഫ് അങ്ങനെയാണ് ദിവ്യ. അങ്ങനെ ഇപ്പോ സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞു, സിസ്റ്റർ അങ്ങനെ ആയിരിക്കും. ഓരോരുത്തരും ഓരോ ക്യാരക്ടേഴ്സ് ആണ്. അവരങ്ങനെ ആകണം ഇങ്ങനെ ആകണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അവർ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ മക്കളെ വളർത്തേണ്ടത് കടമ എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, അമ്മയെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഓരോ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിക്കുക, അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി മക്കളെ. മനസ്സിലായോ? സ്നേഹമാണ് വേണ്ടത്. മനസാക്ഷി എന്ന് പറയുന്ന സാധനം നമുക്ക് വേണം. അത് ഏതൊരു മനുഷ്യനും ഇപ്പൊ അവർക്ക് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ഞാൻ എന്തുമാത്രം ഇത് ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എന്റെ ഒപ്പം നിൽക്കാറുണ്ട്. ഞാൻ ഒരു നേരം ഇല്ലെങ്കിലും അവര് കുട്ടികൾ ഭക്ഷണം എടുത്ത് കൊടുത്ത് അവര് ടേബിളിൽ അമ്മ ഇരുത്തി ഭക്ഷണം കൊടുക്കും. അതെ, കുട്ടികൾ കണ്ടു വളരുന്നുണ്ടല്ലോ. ഒരിക്കലും തീർച്ചയായും ഞാൻ ഇത് പറയുന്നത് ദിവ്യ എപ്പോഴെങ്കിലും ഓർത്ത് വെച്ചോ, ഒരിക്കലും ദിവ്യക്ക് മക്കളെ ഓർത്ത് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഇന്ന് ദിവ്യ സങ്കടം ഉണ്ടെങ്കിൽ പോലും സന്തോഷിക്കാം. പക്ഷേ സന്തോഷം വരുന്ന ആളുകൾ വരാൻ കിടക്കുന്ന ചോദിച്ചപ്പോ മക്കളിലൂടെ ദിവ്യ ഒരുപാട് സന്തോഷിക്കും. ഈ വാക്ക് എപ്പോഴെങ്കിലും ഓർത്ത് വെച്ചു. അങ്ങനെയാണ് ലൈഫ്, അങ്ങനെയാണ് ദിവ്യ. അക്സെപ്റ്റ് ചെയ്യാം. തീർച്ചയായും മാം, ഞാൻ അന്ന് ഓർക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ മാമിനെ ഞാൻ ഓർക്കും. ഷുവർ ആണ്, ഓർത്തിരിക്കും. ഇത് ഒരു ടോപ്പിക്ക് നമുക്ക് പറഞ്ഞ് ഒരുപാട് സമയമെടുത്തു. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കേ അല്ല ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് തേഴ്സ്ഡേ കണ്ടിന്യൂ ചെയ്യാം. എന്ത് പറയുന്നു? നിങ്ങളുടെ ഒപ്പീനിയൻ ആട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ അവസരം കിട്ടാത്തവർക്ക് ആ ദിവസവും അവസരമുണ്ട്. നിങ്ങൾക്ക് കവിതയോ കഥയോ ഒക്കെ പറയണമെങ്കിൽ മാം അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. നല്ലൊരു അവസരമാണ്, അത് കളയരുത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയൂ കേട്ടോ. എന്താണെങ്കിലും സംസാരിക്കാം. എനിക്കിത് കണ്ടിന്യൂ ആസ് എ പേഴ്സൺ ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചില്ല, കുറവായിരുന്നു. നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു, പെർഫോം ചെയ്തു. ഇനി ആർക്കെങ്കിലും എക്സ്പീരിയൻസോ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് അയ്യോ എല്ലാവരും അറിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വേണ്ട. നമുക്ക് ഇപ്പൊ ദിവ്യ പറഞ്ഞ പോലെ മനസ്സിന് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ല മാം, എനിക്ക് ആദ്യമേ ഞാൻ വിചാരിച്ചു അതങ്ങനെ ഷെയർ ചെയ്യുന്ന തെറ്റാണോന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനൊരു തെറ്റ്, എന്റെ കുടുംബത്തിനോടാണ് ഞാൻ ഷെയർ ചെയ്തത്, അല്ലാതെ ഞാൻ വേറെ പുറത്ത് ആരോടുമല്ല. എന്റെ മാമിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എന്റെ ടീച്ചറായിട്ട് നാളെ സീറ്റിൽ ഇരിക്കാൻ പോകുന്ന അവരുടെ അടുത്താണ് ഞാൻ ഷെയർ ചെയ്തത്. സോ എനിക്ക് അതിനകത്ത് കുറച്ചു പേർക്ക് ഓൾറെഡി അറിയാം. പക്ഷെ എന്നാലും മീൻസ് ഈ ഒരു ദിവസം അത് പറഞ്ഞാല് എല്ലാവർക്കും എന്റെ മനസ്സിലുള്ള ഭാരവും തീരും അങ്ങനെ ഞാൻ വിചാരിച്ചു. അതെ, ഞാൻ എന്താണ് പറയാൻ വന്നേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചു ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു ഫാമിലി ആവേണ്ടവരാണ്. മീൻസ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാമിലി ആട്ടോ. ഓരോ MD ബാച്ചും അങ്ങനെ തന്നെയാണ്. എല്ലാ ബാച്ചും, ചില ബാച്ചിലൊക്കെ ഇപ്പോഴും ആ ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പോ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പറയൂ, സംസാരിക്കൂ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം. എന്താണെങ്കിലും എനിക്കത് വിഷയമല്ല, നിങ്ങൾക്ക് എന്നോട് എന്തും പറയും. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും ഓരോ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരാരും ഇല്ലാന്നേ. അങ്ങനെയാണ് ലൈഫ്, അതാണ്. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പറയാം. ഞാൻ ഇത് ഒരിക്കലും കമ്പൽ ചെയ്യില്ല കേട്ടോ, പോസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആണെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ മാത്രം പറയാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസോ ആർക്കെങ്കിലും സോങ്സോ സ്പീച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഏറ്റവും പ്രഷ്യസ് ആട്ടോ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ടൈം നമ്മള്
തിരിച്ചു കിട്ടാത്ത ഈ ഒരേ ഒരു സാധനം ടൈമാണ്. ടൈമിലൂടെയാണ് എല്ലാം ഇരിക്കുന്നത് അല്ലെ? എല്ലാ കാര്യങ്ങളും സമയത്തിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ സമയം ഒരിക്കലും നമുക്ക് കിട്ടില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇനി വരുത്താൻ പാടില്ല, ലൈഫിൽ വരുത്താൻ പാടില്ല കേട്ടോ. മാറി ചിന്തിക്കാൻ തുടങ്ങും. ഇതിൽ നിന്നാണ് മാറ്റങ്ങൾ വരാം. അപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മയാണ് ചിന്തിക്കൂ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് കുറച്ചുകൂടി ഞാൻ സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ടൈം കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്യാം. That brings us to the end of our celebration. It was wonderful to have everyone participate and have such a great time. A special thanks to Divya for suggesting we celebrate today. And she shared her experience that is very feel me. Divya has a great heart. God bless you, Divya. And it was thoughtful of her to remember. And of course, to our Ashwati teacher for giving us this opportunity, and she shared her experience and opinions. It is wonderful. And happy Mother's Day to all the amazing moms. Thank you all. Okay, so thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.